എൻ്റെ പേര് ജിയ വർഗീസ്. ഞാൻ തൃശ്ശൂരിൽ നിന്ന് വരുന്നു. 2018 മുതലാണ് എനിക്ക് അമ്മയെ അറിയാവുന്നത്. ഞാനിപ്പോൾ ആദ്യമായിട്ട് തീർത്ഥാടന ഉടമ്പടി എടുത്തത് 2024 ജനുവരിയിലാണ്. ഞാൻ കുവൈറ്റിൽ മിനിസ്ട്രിയിൽ നഴ്സായിട്ട് ജോലി ചെയ്യുന്ന ഒരാളായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് കുറച്ചും കൂടി നല്ല രീതിയിൽ നല്ലൊരു ക്വാളിറ്റി ഓഫ് ലൈഫ് എല്ലാത്തിനും വേണ്ടിയിട്ട് ന്യൂസിലൻഡിലേക്ക് പോകാമെന്ന് കരുതി പ്രോസസ്സിങ് തുടങ്ങി. ഞാൻ 2023 അവിടെ നിന്ന് റിസൈൻ ചെയ്ത് നാട്ടിൽ വന്നു. ജനുവരി 9 ഞാനിവിടെ ഒന്ന് ഉടമ്പടി എടുത്തു. ഞാൻ ഫെബ്രുവരി 29 ന്യൂസിലൻഡിൽ പോയി. അപ്പോൾ പോകുന്ന സമയം എനിക്കറിയാം അവിടെ ഭയങ്കര ക്രൈസിസാണ്, ജോലി കിട്ടാൻ പ്രയാസമാണ്. പക്ഷെ ഞാൻ റിസൈൻ ചെയ്യുന്ന സമയത്ത് ഒരു പ്രശ്നം അവിടെ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഞാൻ മാതാവിൻ്റെ അടുത്ത് ഉടമ്പടി എടുത്ത് ഞാൻ പോയി. അവിടെ ചെന്ന് ഇറങ്ങി ഓഗസ്റ്റ് 27 ഞാൻ ഇങ്ങോട്ട് തിരിച്ചു വരുന്നത്. അപ്പോൾ ഞാൻ മുടങ്ങാണ്ട് മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചിട്ടുണ്ട്, പ്രത്യക്ഷണ പ്രാർത്ഥന ചൊല്ലിയിട്ടുണ്ട്. അച്ഛൻ്റെ എല്ലാ ഉടമ്പടി ധ്യാനവും കൂടും. ഒരു സമ്പൂർണ്ണ ബൈബിൾ മുഴുവൻ വായിച്ചു തീർത്തു. ഒരു 600ഓളം ജോലികൾ ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതിൽ ഒരു ഇൻ്റർവ്യൂ സെലക്ഷൻ, ആകെ 2 ഇൻ്റർവ്യൂ സെലക്ഷനാണ് വന്നത്. ഒന്ന് ന്യൂസിലൻഡ് ഡയറക്റ്റ് നമ്മൾ പോയി ഇൻ്റർവ്യൂ ചെയ്തു. അപ്പോൾ അവർക്കവിടെ വിസയുടെ പ്രോബ്ലം, ഇൻ്റർവ്യൂ ഞാൻ പാസ്സായി അവർക്ക് തന്നെ എടുക്കാൻ പറ്റില്ല. പിന്നെ ഒന്ന് ഓസ്ട്രേലിയയിൽ നിന്ന് ഒരു ഏജ്ഡ് കെയർ ഇൻ്റർവ്യൂ. അത് അവർ ഞാൻ ചോദിച്ചപ്പോൾ ഇൻ്റർവ്യൂ ഒക്കെ ഓക്കെയാണ്, പക്ഷേ പൊസിഷൻ ഫില്ല എന്ന് പറഞ്ഞു. ഓഗസ്റ്റ് മാസം ആദ്യമാണ് എൻ്റെ ഒരു ഫ്രണ്ട് എനിക്കൊരു മെയിൽ അയക്കുന്നത്. ഈ മെയിലിലേക്ക് ഡോക്യുമെൻറ്റ്സ് സെൻഡ് ചെയ്യി. ഓസ്ട്രേലിയയിൽ നിന്ന് ന്യൂസിലൻഡിലേക്ക് ഇൻ്റർവ്യൂ എടുക്കാൻ അവർ വരാറില്ല, പക്ഷേ 6, 7, 8 തീയതികളിൽ ഇൻ്റർവ്യൂവിന് വരുന്നു. അപ്പോൾ അത് എൻ്റെ ഒരാളുടെ പ്രാർത്ഥനയല്ല, അവിടെ നഴ്സായിട്ട് ജോലി ചെയ്യാൻ പോയ എല്ലാവരുടെയും പ്രാർത്ഥനയാണ്. അപ്പോൾ 300 ആപ്ലിക്കൻസിനെയാണ് അവർ ആദ്യം എടുക്കുന്നത്. അതിൽ 50 പേരെ അവർ സെലക്ട് ചെയ്യും. അപ്പോൾ ഞാൻ ചോദിച്ചു, എനിക്ക് ഇൻ്റർവ്യൂ അവർ ഡേറ്റ് തന്നത് 7-ാം തീയതിയാണ്. ഞാൻ ഇൻ്റർവ്യൂവിന് അത്ര പ്രിപ്പയർ ഒന്നും ചെയ്തില്ല. ഞാൻ അമ്മയുടെ പ്രതിഷേധ പ്രാർത്ഥന ചൊല്ലി ഞാൻ സാക്ഷ്യങ്ങൾ കേട്ടുകൊണ്ടിരുന്നു. ഇൻ്റർവ്യൂവിന് കയറുന്നതിന് മുൻപ് പ്രത്യക്ഷ പ്രാർത്ഥന ചൊല്ലി, ഇൻ്റർവ്യൂ കഴിഞ്ഞും ഞാൻ സാക്ഷ്യങ്ങൾ കേട്ടു. ഫേസ് ടു ഫേസ് ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു, ഗ്രൂപ്പ് ഡിസ്കഷൻ ഉണ്ടായിരുന്നു. ആ ഡിസ്കഷനിൽ അവരുടെ മുഖത്ത് ഞാൻ എന്നെ കൊണ്ടാകുന്ന പോലെയൊക്കെ റെസ്പോണ്ട് ചെയ്തു. അവരുടെ മുഖത്ത് യാതൊരുവിധ ഒരു നോർമൽ അത്രേ ഞാൻ കണ്ടുള്ളൂ. പക്ഷേ ഓഗസ്റ്റ് 14 എനിക്ക് മെയിൽ വന്നു, യു ആർ സെലക്റ്റഡ്. അത് എനിക്ക് മെയിൽ വരുന്നത് 2:30-ക്കാണ്, 2:34 PM. അങ്ങനെ എനിക്ക് മെയിൽ വന്നു. അപ്പോൾ എനിക്ക് നാട്ടിലേക്ക് വരുമ്പോൾ പറയാനൊരു ഉത്തരവുണ്ട്. നമ്മളെല്ലാവരും മൊത്തം ചിരിച്ചാണ് കാണിക്കുന്നത്, പക്ഷേ നമ്മുടെ ഉള്ളിലൊരു ആവലാതിയുണ്ട്. അത് അവിടെ ആ സമയത്തുണ്ടായിരുന്ന എല്ലാ നഴ്സുമാർക്കും അറിയാം. നമുക്ക് ഭക്ഷണം കഴിക്കാൻ തോന്നത്തില്ല. നമ്മൾ 6 മാസം അങ്ങോട്ട് പൈസ കൊടുത്താൽ നമ്മൾ ജീവിക്കുന്നത്. എന്നെ സംബന്ധിച്ച് നല്ലൊരു കുടുംബം, നല്ലൊരു ജോലി തമ്പുരാൻ തന്നു. അപ്പോൾ അത് നെഗളിപ്പായിട്ട് എല്ലാവരും കാണും. ഞാൻ അമ്മയോട് എൻ്റെ ദുഃഖം എല്ലാം പറഞ്ഞു. ഞാൻ എന്നിട്ട് ഓഗസ്റ്റ് 27 നാട്ടിൽ വന്നു. പക്ഷേ ദൈവം ഒരു തണുപ്പെന്നോണം എനിക്കൊരു ജോലി കിട്ടിയിട്ടുണ്ട്. അപ്പോഴും എനിക്ക് ഓഫർ ലെറ്റർ കയ്യിൽ കിട്ടിയിട്ടില്ല. സെപ്റ്റംബർ 3 ഞാനിവിടെ വന്നു. 3 എനിക്ക് ഓഫർ ലെറ്റർ തന്നു. അപ്പോൾ ആ ഗ്രൂപ്പിൽ ഒരു 50, ഇപ്പോൾ 60 പേരുണ്ട്. ചിലർ ഓഫർ വേണ്ടാന്ന് വെച്ച് പോയിട്ടുണ്ടാവും. 50ഓളം പേരിൽ ഒരാളായിട്ട്, ഒരു 50ാമത്തെ ആളായിട്ട് സെലക്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഞാൻ പ്രാർത്ഥിച്ചത്. അതെല്ലാം കഴിഞ്ഞ് ഞാൻ സെപ്റ്റംബർ 27 എൻ്റെ മെഡിക്കലായിരുന്നു. അത് കഴിഞ്ഞ് ഒക്ടോബർ 3 എനിക്ക് വിസ വന്നു. അതായത് എൻ്റെയും എൻ്റെ ഫാമിലിയുടെയും വന്നു. 2 ദിവസത്തിനുള്ള വിസ വന്നത്. ശരിക്കും ആ വിസ വരാൻ ശരിക്കും 1 ദിവസം മതി. പക്ഷേ ആ ഗ്രൂപ്പിൽ ആർക്കും വന്നിട്ടുണ്ടായിരുന്നു. വിസ വന്നിട്ടുണ്ട്, പക്ഷേ 2 ദിവസത്തിനുള്ളിൽ ആർക്കും വന്നിട്ടില്ല. അപ്പോൾ എനിക്ക് അത്രയും പെട്ടെന്ന് കിട്ടി. പിന്നെ എല്ലാം ബാക്കിലേക്കായിരുന്നു. എനിക്ക് ഓഫർ ലെറ്ററൊക്കെ ഏറ്റവും ലാസ്റ്റാണ് കിട്ടിയത്. പക്ഷേ ഇപ്പോൾ എനിക്കൊരു മെയിൽ വന്നു. ഒരു 3 ദിവസം ആയിട്ടുണ്ട്. നവംബർ 6 നീ കയറണം, മെൽബണിൽ എത്തണം, വിക്ടോറിയ എന്ന സ്ഥലത്താണ് നിങ്ങൾക്ക് ജോലി, നീ നേരത്തെ വരണം, അക്കോമഡേഷനൊക്കെ അവർ അറേഞ്ച് ചെയ്യും. അങ്ങനെ പറഞ്ഞു. ആ ഗ്രൂപ്പിന് ഏറ്റവും ആദ്യം മെയിൽ വരുന്നത് എനിക്കും ഒരു കുട്ടിക്കാണ്. ഞങ്ങൾ 2 പേരും ഒരു സ്ഥലത്തേക്ക് പോകുന്നത്. എൻ്റെ ഈ കാര്യം എൻ്റെ വീട്ടിലെ അപ്പനും അമ്മയ്ക്കും അറിയാം, ഞങ്ങളുടെ 2 പേരുടെയും അപ്പനും അമ്മയ്ക്കും അറിയാം, എൻ്റെയും ഹസ്ബൻഡിൻ്റെയും. പക്ഷേ സഹോദരങ്ങൾക്കറിയാം. വേറെ ഒരു മനുഷ്യനോടും ഞാൻ പറഞ്ഞിട്ടില്ല. കാരണം അന്ന് ഞങ്ങൾ അനുഭവിച്ച ആവല അത് ഈ അമ്മയ്ക്ക് മാത്രമേ അറിയുള്ളൂ. ഇവിടെയുള്ള എല്ലാവരോടും ഞാൻ പറയുകയാണ്. അവസാന നിമിഷം വരെ എൻ്റെ അടുത്ത് എന്നോട് ഞാൻ പറയും, വെള്ളം കയറും, വായ കഴിഞ്ഞ് കയറും, പക്ഷേ ജീവൻ ഒരിക്കലും ദൈവം എടുക്കത്തില്ല, തമ്പുരാൻ കൂടെ ഉണ്ടാവും.
അപ്പോൾ എന്നെ കളിയാക്കലുണ്ട്. എൻ്റെ വീട്ടിലുള്ളവരാണെങ്കിലും നീ എന്തിനാ പ്രാർത്ഥിക്കുന്നത്, നീ ഇത്ര പ്രാർത്ഥിച്ച കാരണം നിനക്ക് ഇത്ര സഹനം വരില്ലേ. അപ്പോൾ വീട്ടിൽ വിളിച്ചാൽ ചേച്ചിയൊക്കെ പറയും അല്ലാത്തുള്ളവർക്കൊക്കെ കിട്ടുന്നുണ്ടല്ലോ, അതായത് നോർമൽ ഒരു എന്താ പറയുക നമ്മുടെയൊക്കെ ഭാഷ ഒരു അടിപൊളിയായിട്ട് ജീവിക്കാം, അവർക്ക് യാതൊരു ഇതല്ലലും ഇല്ല. അപ്പോഴും ഞാൻ പറയും ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ഈ സഹനം വേണം. പക്ഷെ ദൈവം തരുന്നത് ഒരിക്കലും ഒരു മോശമായിട്ട് ഒരിക്കലും നമുക്ക് തോന്നത്തില്ല. ഞാൻ ചെറുപ്പം മുതൽ ഈശോയോടും അമ്മയോടും ചോദിച്ചിട്ടാണ് ഓരോ ഡിസിഷനും ജീവിതത്തിൽ എടുത്തേക്കുന്നത്. അപ്പോൾ തീരുമാനത്തിൽ എന്തെങ്കിലും കുറവ് വന്നാൽ തെറ്റായിട്ട് വന്നാൽ അപ്പം ഞാൻ തമ്പുരാൻ്റെ അടുത്ത് ചോദിച്ചിട്ടല്ലേ എടുത്തേ, പിന്നെ എന്താ, അപ്പോഴും അതൊരു ബലമായിട്ട് എൻ്റെ ഉള്ളിലേക്ക് വരും. അപ്പോൾ 2018 ഞാൻ മാതാവിനെ കുറിച്ച് അറിഞ്ഞെന്ന് പറഞ്ഞു. എനിക്കൊരു മോനുണ്ടായിരുന്നു, അവന് 5 വയസ്സായി. ഞങ്ങൾക്ക് രണ്ടാമതൊരു കുട്ടി വേണം, ഞങ്ങൾക്ക് ആകെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിച്ച് ഒരു 7-8 മാസം ട്രൈ ചെയ്തിട്ടും ആവണില്ല. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു ഇത് ഇൻഫെർട്ടിലിറ്റി ആയിരിക്കും, ചിലപ്പോൾ നമുക്കൊരു ഡോക്ടറെ കാണാമെന്ന്. അപ്പോഴും മാതാവിൻ്റെ മുന്നിൽ മുട്ടുകുത്തി ഞാൻ പറഞ്ഞു നോർമലായിട്ട് അമ്മ എനിക്ക് തന്നത് ആദ്യത്തെ മോനെ, പിന്നെ എന്തിനാ അമ്മ ഞാൻ ഡോക്ടറിൻ്റെ അടുത്ത് പോകുന്നത്. പിറ്റത്തെ മാസം ഞാൻ പ്രഗ്നൻ്റായി. അപ്പോൾ അതിൻ്റെ ഡെലിവറിക്ക് വേണ്ടി അമ്മ വന്നപ്പോഴാണ് ഉടമ്പടി എൻ്റെ പേരിൽ ഇവിടെ എടുത്തിട്ട് അന്ന് 2019 അമ്മ വന്നു, എനിക്ക് ഉടമ്പടി കാശുരൂപം തന്നു. 2018 അന്ന് മുതൽ അച്ഛൻ്റെ ധ്യാനം മുടങ്ങാണ്ട് ഞാൻ കേൾക്കണതാണ്. ഇപ്പോഴത്തെ 2 ആഴ്ചത്തെ ധ്യാനം കൂടാനുണ്ട്. അപ്പോൾ അതൊരു ധൈര്യമാണ്. എന്താണോ എൻ്റെ മനസ്സിലെ വിഷമം, അന്ന് ഈ ഇൻ്റർവ്യൂ ഞാൻ സെലക്ട് ആയെന്ന് മെയിൽ വന്നേക്കാളും മുന്നത്തെ ആഴ്ചത്തിലെ ധ്യാനത്തിൽ അച്ഛൻ പറഞ്ഞു നിങ്ങളുടെ കോൺഫിഡൻസ് അതാണ് നിങ്ങളുടെ പ്രശ്നം, അത് നിങ്ങൾ മാതാവിൻ്റെ അടുത്ത് വെക്കാതെ നിങ്ങളുടെ ഒരു കാര്യവും നടക്കാൻ പോണില്ലെന്ന്. ഞാൻ വീട്ടിലേക്ക് വിളിച്ച് എൻ്റെ അമ്മയും അത് തന്നെ പറഞ്ഞു. ഞാൻ മുട്ടുകുത്തി മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു 1% പോലും ഇല്ല ഇനി എൻ്റെ കയ്യിൽ, 100% ഞാൻ നിനക്ക് തരാണ്. അത് വന്നു ഒരാഴ്ചക്കുള്ളിൽ വന്നു എൻ്റെ ഓഫർ ലെറ്റർ. അപ്പോൾ ഞാൻ ടിക്കറ്റ് എടുത്തിട്ടില്ല, 6-ാം തീയതി അവിടെ എത്തണമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പോവാണ്. ഇന്ന് ഞാൻ കൃപാസനത്തിൽ വരുമെന്നോ സാക്ഷ്യം വരുമോ ആർക്കും അറിയത്തില്ല. കാരണം ഈ 6-7 മാസത്തോളം അമ്മ മാത്രമേ എനിക്ക് ഉണ്ടായിട്ടുള്ളൂ. കാരണം അങ്ങനെയാണ്, നമുക്ക് വീട്ടിലേക്ക് വിളിച്ച എല്ലാം അവരോട് പറയാൻ പറ്റത്തില്ല അങ്ങനെ. അപ്പോൾ ഈ റെസിഗ്നേഷൻ ഞാൻ വെക്കുന്നത് ഡിസംബർ 2023 അവിടെ റിസൈൻ വെച്ച് എനിക്ക് എക്സിറ്റ് പേപ്പർ കിട്ടുന്ന ആ ദിവസം ഒരു ഞായറാഴ്ച, അവിടെ വെള്ളിയാഴ്ച നിയമമല്ല, ഒരു 3 days പബ്ലിക് ഹോളിഡേ വരാണ്. എൻ്റെ ഹസ്ബൻഡ് നേരത്തെ ടിക്കറ്റ് എടുത്തു. എനിക്ക് 3 മക്കളാണ്, 5 പേർക്ക് ടിക്കറ്റ് എടുത്തു. ഞായറാഴ്ച കിട്ടേണ്ട എക്സിറ്റ് പേപ്പർ. അപ്പോൾ ഹസ്ബൻഡ് ചോദിച്ചു ഇനിയിപ്പോൾ എന്താ ചെയ്യുക, ടിക്കറ്റ് ക്യാൻസൽ ചെയ്ത് വേറെ എടുക്കണം. അപ്പോഴും ഇനി വ്യാഴാഴ്ച ഒരു ദിവസമേ ഉള്ളൂ. എന്നിട്ട് വെള്ളിയാഴ്ചത്തേക്ക് ടിക്കറ്റ് എടുത്തു. അടുക്കും തോറും പൈസ കൂടുമല്ലോ. ഞാൻ വ്യാഴാഴ്ച എക്സിറ്റ് പേപ്പർ മേടിക്കാൻ ചെന്നപ്പോൾ അവർ പറയാ നിങ്ങളുടെ പേപ്പർ ഒന്നും ഇവിടെ ഇല്ല, നിങ്ങളിതെല്ലാം ആദ്യം ഒന്നും കൂടി പകുതി മുതൽ ചെയ്യേണ്ടി വരും. ഇത് കേട്ടതോടുകൂടി എൻ്റെ കൂടെയുള്ള എല്ലാവരും അവരുടെ കയ്യിലൊക്കെ പേപ്പറുണ്ട്, എൻ്റെ കയ്യിൽ അമ്മയുടെ കാശ് രൂപ മാത്രമേ ഉണ്ടായുള്ളൂ. കാരണം എനിക്ക് വിശ്വാസമുണ്ട് അമ്മ പേപ്പർ എനിക്ക് അന്ന് തരും. വേറെ ഒന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അവിടെ നിന്ന് അവരെല്ലാം പേപ്പർ ഉണ്ടാക്കിക്കൊണ്ട് കിടക്കുക. ഞാൻ വേഗം പോയി പറഞ്ഞു എനിക്ക് ഇവിടുത്തെ ഏറ്റവും വലിയ മുതിർന്ന് പറയും ഏറ്റവും വലിയ ഓഫീസറാണ് അവിടുത്തെ, അയാളെ കാണണമെന്ന് പറഞ്ഞു. കാരണം ഇത് എൻ്റെ ഭാഗത്ത് തെറ്റല്ല. കാരണം ടിക്കറ്റ് റേറ്റ് അതിവിടെ ഇരിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവും. നമുക്ക് സാമ്പത്തികമായിട്ടുള്ള പ്രശ്നം വരുമ്പോഴാണല്ലോ ഞാൻ പറയേണ്ടത്ര ഞാൻ പറയണം. അപ്പം ഞാൻ ചെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇല്ല നിങ്ങൾക്ക് അങ്ങനെ കാണാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. ഒരു 5 പേര് നിരന്ന് നിന്ന് എന്നോട് പറഞ്ഞു അവിടുത്തെ രാജ്യക്കാരുണ്ട്. കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ കാണേണ്ട വ്യക്തി റൂമിൽ നിന്ന് ഇറങ്ങി വന്ന് എന്നോട് നേരിട്ട് ചോദിച്ചു എന്താ പ്രശ്നം സിസ്റ്ററെ, എന്തെങ്കിലും ഉണ്ടോ, എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ. ഞാൻ പറഞ്ഞു പറയാനുണ്ട് സാറേ, എൻ്റെ എക്സിറ്റ് പേപ്പർ കാണാനില്ല, അവിടുത്തെ അവധിക്ക് മുന്നേ ടിക്കറ്റ് എടുത്തിരുന്നു, ഇത് മാറ്റി എക്സിറ്റ് പേപ്പർ കിട്ടാതെ തന്നെ പിന്നെയും ടിക്കറ്റ് എടുത്തു, 5 പേർക്ക് സാറേ ടിക്കറ്റ് എടുത്തേക്കണേന്ന് പറഞ്ഞു. അയാൾ വേറെ ഒന്നും ചോദിച്ചില്ല, തിരിഞ്ഞ് ആ 5 പേരോടായിട്ട് ചോദിച്ചു ഈ സിസ്റ്ററിൻ്റെ പേപ്പർ എവിടെ. അപ്പോൾ ഞാൻ അപ്പം കണ്ട മുഖമല്ല അവിടെ അവരുടെ കണ്ടത്. അയാൾ എന്നോട് പറഞ്ഞു ഈ സിസ്റ്ററിൻ്റെ പേപ്പർ എനിക്ക് ഇന്ന് ഇവിടെ കിട്ടണം, ഇത് മിനിസ്ട്രിയാണ്, ഇവിടെ ഇങ്ങനത്തെ പേപ്പർ മിസ്സിംഗ് ഒന്നും പറ്റത്തില്ല. സിസ്റ്റർ എൻ്റെ കൂടെ ഓഫീസ് റൂമിലേക്ക് വരാൻ പറഞ്ഞു. അവരെല്ലാം നിരന്ന് അപ്പുറത്തെ റൂമിൽ നിൽക്കുമ്പോഴും ഒരു ചെയറിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു നീ ഇവിടെ ഇരിക്കി, നിനക്ക് കാമാവാൻ ചായ എന്തെങ്കിലും വേണമെങ്കിൽ ഞാൻ പറയാം. ഞാൻ പറഞ്ഞു വേണ്ട സാറേ, എനിക്ക് എക്സിറ്റ് പേപ്പർ മാത്രം മതിയെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ സാറ് പറഞ്ഞു വരും. 2 മിനിറ്റ് കഴിഞ്ഞ് വന്നില്ല. അയാൾ പിന്നെ ഫോൺ വിളിച്ച് ചീത്ത പറഞ്ഞു. ഞാൻ നോക്കുമ്പോൾ ഒരു സെറ്റ് പേപ്പർ കൊണ്ടുവരുവാണ് അവർ. അപ്പോൾ ആ ഉണ്ടാക്കുന്ന എല്ലാ കുട്ടികളുടെ എക്സിറ്റ് പേപ്പർ അതിനകത്തുണ്ട്. അപ്പോൾ അന്ന് അയാൾ എന്നോട് പറഞ്ഞു നീ വേറെ എങ്ങും പോകണ്ട. എന്നോട് അതിനിടെ അയാൾ പറഞ്ഞു പേടിക്കണ്ട സിസ്റ്ററെ, ഇന്ന് നീ ട്രാവൽ ചെയ്യും, നിൻ്റെ പേപ്പർ തന്നിട്ടേ ഞാനിവിടെ നിന്ന് പോകുന്നുള്ളെന്ന്. എന്നിട്ട് എൻ്റെ പേപ്പർ എനിക്ക് തന്നു. ഞാൻ സമയം നോക്കിയപ്പോൾ മണി 2. വ്യാഴാഴ്ച ദിവസങ്ങളിൽ ഗൾഫ് രാജ്യങ്ങളിൽ ഉച്ചയോട് കഴിഞ്ഞാൽ ഓരോരുത്തർ
പെട്ടെന്ന് അവർ പോകുന്നതാണ്. ഇത് ഏറ്റവും വലിയ ഓഫീസർ 2 മണി വരെ അവിടെ ഉണ്ടായിരുന്നു. എനിക്ക് എൻ്റെ എക്സിറ്റ് പേപ്പർ കിട്ടി. പിന്നെ വേറെ ഒന്ന് പറയാനുള്ളത്, എൻ്റെ അതായത് മദർ ഇൻ ലോ അമ്മായിമ്മയാണ്. ആൾക്ക് ഞങ്ങൾ അവിടെ ആയിരിക്കുന്ന സമയത്ത് സ്ട്രോക്ക് വന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ നാട്ടിൽ വന്ന് MRI എടുത്ത പീക്കോം അനൂറിസം, അതായത് ബലൂൺ പോലെ രക്തധമനി ആവുന്ന ആ ഒരു ഇതുണ്ട്, കൊറിയിട്ടു. അതാണ് സർജറി ചെയ്ത് മാറ്റണം. പ്രായമുണ്ട് അമ്മയ്ക്ക്. ഇതൊക്കെ അമ്മേനോട് പറഞ്ഞാൽ ഇത് കേൾക്കെ തന്നെ അമ്മ തളരും. പിന്നെ മെഡിസിൻ ഒന്നും ഏക്കാണ്ടാവും. പിന്നെ അത് കഴിഞ്ഞ് ഇപ്പം അമ്മയുടെ അടുത്ത് ഞാൻ പറഞ്ഞു, കൃപാസനത്തിൽ ഉപ്പിട്ട് അമ്മ കഴിക്കട്ടോ, BP അങ്ങനെ കൂടില്ല അമ്മ, ഉപ്പിട്ട ഒരു തരി ഇട്ടാൽ മതി പറഞ്ഞു. അങ്ങനെ അമ്മ ഉപ്പിട്ടു, കുടിച്ച് അങ്ങനെ ഭക്ഷണം കഴിച്ചു. അമ്മയുടെ ലാസ്റ്റ് MRI വന്നപ്പോൾ അങ്ങനെ ഒരു അനൂറിസം ഒന്നുമില്ല അമ്മയ്ക്ക്. പ്രായത്തിൻ്റേതായതുണ്ട്, ചെറിയൊരു അത് മുന്നുണ്ടായ പോലെ തന്നെ അമ്മയ്ക്ക് യാതൊരുവിധ കുഴപ്പമില്ല. എൻ്റെ പപ്പയുടെ ക്രിയാറ്റിൻ ലെവൽ 2.1 വരെ പോയി. അപ്പം ഞങ്ങളൊക്കെ പുറത്താവുമ്പോൾ നമുക്ക് ആദ്യമാണ്. അപ്പം ഞാൻ മാതാവിൻ്റെ അടുത്ത് എന്നും പറയും, ഇപ്പോൾ ഒരു 1.7 അതിങ്ങനെ നിൽക്കുന്നുണ്ട്. ഇതൊക്കെയാണ് എൻ്റെ സാക്ഷ്യം. ഒത്തിരി മാതാവ് അനുഗ്രഹിച്ച് ഞാൻ എല്ലാവരോടും ഒന്നുകൂടി പറയുകയാണ്, നിങ്ങളാരും തളരരുത്, എല്ലാവർക്കും മാതാവ് തരും. ഞാൻ എപ്പോഴും ഓർക്കുന്നത് ജോബിനെയാണ്. ജോബിൻ്റെ അടുത്ത് ഭാര്യ എന്ന് പറയുമ്പം ഇത്രയായിട്ട് നിങ്ങൾക്ക് മതിയായില്ലെന്ന് ചോദിക്കുന്നൊരു രംഗമുണ്ട്. അതാണ് ഞാൻ ആദ്യം ഓർക്കുക. അപ്പോൾ ആ സമയം വരെ ദൈവം, പക്ഷെ ജീവനെയും നമ്മുടെ ആ ഒരു വഴി അടഞ്ഞു പോകുന്ന രീതിയിൽ ദൈവം ഒന്നും തരില്ല, ബെറ്ററായിട്ട് തരാനാണ്. അങ്ങനെ അപ്പോൾ ഞാൻ നവംബർ 6-ാം തീയതിയാണ് അങ്ങോട്ട് പോകുന്നത്. പിന്നെ ഈ കാരുണ്യപ്രവർത്തനം പറയാനായിട്ട് ഞാൻ നേർച്ച വസ്തുക്കളൊന്നും കൊണ്ടുപോയില്ല. പക്ഷേ ഞാൻ 2018 മുതൽ പ്രത്യക്ഷീകരണ പ്രാർത്ഥന മുടങ്ങാണ്ട് ചൊല്ലുന്ന ഒരാളാണ്. പിന്നെ ഉടമ്പടി എടുത്തിയ പിന്നെ ഉടമ്പടി പ്രാർത്ഥന ചൊല്ലും. ഓൺലൈനായിട്ടാണ് ഉടമ്പടി പിന്നെയും അവിടെ ചെന്ന് ഞാൻ എടുത്തത്. അപ്പോൾ ആ ഓൺലൈൻ ഉടമ്പടി 3 മാസത്തിനേക്കാളും മുമ്പ് മാതാവ് എനിക്ക് തന്നു. ഇന്ന് ഞാൻ ഇവിടെ വന്ന് എൻ്റെ ഉടമ്പടി പുതുക്കി. ഇപ്പോൾ എന്താ പറയുക, ആരും എന്ത് പറഞ്ഞാലും എനിക്ക് പേടിയില്ല, സങ്കടമായിരിക്കും. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ അത് ഓക്കെ ആവും. തമ്പുരാൻ കൂടെയുണ്ട്, മാതാവ് ഇവിടെ ഉണ്ട്. അങ്ങനെ പിന്നെ കാരുണ്യപ്രവർത്തനം പറയാനായിട്ട് ഞാൻ അവിടെ ആയിരുന്ന സമയത്താണെങ്കിലും മുമ്പ് ഗൾഫിലായിരുന്നപ്പോൾ ഞങ്ങൾ കുറച്ച് പൈസ അങ്ങനെയൊക്കെ എല്ലാവരും ഇങ്ങനെ കൊടുക്കുക, പാലിയേറ്റീവ് കെയറിലൊക്കെ കൊടുക്കുമായിരുന്നു. പിന്നെ ഞങ്ങളുടെ അടുത്ത് തന്നെ വീട്ടിലൊരു ഓൾഡ് ഏജ് ഹോമുണ്ട്, അവിടെ പോയി കുറച്ച് നേരമൊക്കെ സംസാരിച്ചായിരുന്നു ഇപ്പോൾ വന്ന ശേഷം. പിന്നെ അങ്ങനെ കുറച്ച് സഹായങ്ങൾ, അതൊക്കെയാണ് എൻ്റെ കാരുണ്യപ്രവർത്തികൾ. സങ്കീർത്തനങ്ങൾ 32:6-7 തിരുവചനങ്ങൾ. ദൈവഭക്തർ ആപത്തിൽ അവിടുത്തോട് പ്രാർത്ഥിക്കട്ടെ. കഷ്ടത കരകവിന് ഒഴുകിയാലും അതവരെ സമീപിക്കുകയില്ല. അവിടുന്ന് എൻ്റെ അഭയസങ്കേതമാണ്. അനർത്ഥങ്ങളിൽ നിന്ന് അവിടുന്ന് എന്നെ രക്ഷിക്കുന്നു, രക്ഷ കൊണ്ട് എന്നെ പൊതിയുന്നു.